ദേവപഞ്ചമി ഭാഗം 32. ആ സമയം ബ്രഹ്മദത്തിന്റെ മനസ്സിൽ വന്നത് പഞ്ചമിയുടെ മുഖമായിരുന്നു. കാറിൽ ചാരി താൻ വന്നിറങ്ങുമ്പോൾ അവളെ കണ്ട ആ മുഖം അവന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഇത്രയും നേരം ഉണ്ടായിരുന്ന ദേഷ്യം മാറുന്നത് പോലെ അവന് തോന്നി. എത്രയും പെട്ടെന്ന് അവളെ സ്വന്തമാക്കണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. ശ്രാവണിന്റെ അടുത്ത് നിന്ന് എങ്ങനെയും അവളെ തട്ടിയെടുക്കാൻ എന്നായിരുന്നു അവന്റെ മനസ്സിൽ. പക്ഷെ ഇപ്പോൾ അവൾ ചെന്നുപെട്ടിരിക്കുന്നത് പുലിക്കാട്ടിൽ ആര്യവീറിന്റെ കയ്യിലാണ്. അത്ര പെട്ടെന്ന് അവളെ സ്വന്തമാക്കാൻ പറ്റില്ല എന്ന് ബ്രഹ്മദത്തന് അറിയാമായിരുന്നു. ആര്യനും പഞ്ചമിയും പുലിക്കാട്ടിൽ വീട്ടിലെത്തുമ്പോൾ പുറത്തുള്ള ഗാർഡനിലായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. വരദയും അനന്യയും നക്ഷത്രയും. എല്ലാവരും കാറിൽ നിന്നും ഇറങ്ങിയ അവരെ കണ്ടു. പഞ്ചമി അവരെ കണ്ടതും ആര്യനെ ഒന്ന് നോക്കി. എന്നാൽ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ അകത്തേക്ക് കയറിപ്പോയി. ആ സമയം പഞ്ചമി കുഞ്ഞിനെയും കൊണ്ട് ഗാർഡനിലേക്ക് ചെന്നു. ഇത് പോയിട്ട് കുറെ സമയമായല്ലോ, എന്തായി അവിടുത്തെ വിശേഷങ്ങൾ? നിങ്ങൾ അമ്പാട്ട് വീട്ടിൽ പോയതല്ലേ? ഇന്നലെ ഏട്ടൻ പറഞ്ഞതുപോലെ അവർ ആ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നോ നിങ്ങൾ ചെല്ലുമ്പോൾ? നക്ഷത്ര ചോദിച്ചു. നീ ആദ്യം അവൾക്ക് ശ്വാസം വിടാനുള്ള സമയം കൊടുക്ക്. നിന്റെ ഏട്ടന്റെ ഒപ്പം പോയത് കൊണ്ട് ആ പെണ്ണ് ശ്വാസം പിടിച്ചായിരിക്കും ഇരിക്കുന്നത്. നീ ആദ്യം ആ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെയൊന്ന് ഇരിക്ക് എന്ന് പറഞ്ഞ് വരദ അവിടെ ഇട്ടിരിക്കുന്ന സ്റ്റോൺ ബെഞ്ചിലായി നീങ്ങിയിരുന്നു കൊടുത്തു. പഞ്ചമി കുഞ്ഞിനെയും കൊണ്ട് ഇരുന്നു. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോ അമ്പാട്ട് തറവാട്ടിൽ നിന്നും അവർ ഇറങ്ങിയോ? എന്റെ ദൈവമേ, നല്ലൊരു കാഴ്ച മിസ്സാക്കിയല്ലോ. അങ്ങോട്ടാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കും കൂടി പോകാമായിരുന്നു. വരദ പറഞ്ഞതും ആരുടെ ഒപ്പം? വല്യേട്ടന്റെ ഒപ്പമോ? നന്നായി. ഏട്ടൻ ഇത് തന്നെ എന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ടാകും ഏട്ടത്തിയെ പോലും കൊണ്ടുപോയത്. അല്ലാതെ ഏട്ടൻ അങ്ങനെ ചെയ്യില്ല, നക്ഷത്ര പറഞ്ഞു. അപ്പോഴാണ് ആലോചനയോടെ ഇരിക്കുന്ന അനന്യയെ കാണുന്നത്. എന്താ നീ ഇങ്ങനെ ആലോചിക്കുന്നത്? അവൾ ആലോചനയോടെ ഇരിക്കുന്നത് കണ്ട് വേദിക ചോദിച്ചു. അതോ, ഇതിനിടയ്ക്ക് ഏട്ടത്തിയെ ഇവിടുത്തെ കോളേജിലാക്കാൻ പോകുന്ന കാര്യം പറഞ്ഞോ? വേദിക ചോദിച്ചതും അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു വക്കീലങ്കലിന്റെ കാര്യം. അദ്ദേഹം പറഞ്ഞതാണ്. ആ കൂട്ടത്തിൽ കോളേജിന്റെ കാര്യവും പറഞ്ഞു. വേറെയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല, പഞ്ചമി പറഞ്ഞു. എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇപ്രാവശ്യം കോളേജിൽ പോകുമ്പോ ഞാൻ ഒറ്റയ്ക്കാകാനാണ് സാധ്യത. പക്ഷേ ഒന്നോർത്തോ, നീ ഇല്ലെങ്കിൽ ഞാൻ ആ കോളേജിലേക്ക് പോവില്ല. എനിക്കും ഇവിടെ അഡ്മിഷൻ തരാൻ ഞാൻ നിന്റെ കെട്ടിയവന്റെ കാല് വരെ പിടിക്കും, നോക്കിക്കോ, വരദ പറഞ്ഞു. അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ഒരു സ്റ്റാഫ് വരുന്നത്. മേഡം, സാർ വിളിക്കുന്നു എന്ന് ഒരു സ്റ്റാഫ് പഞ്ചമിയോട് പറഞ്ഞു. ഇപ്പൊ വരാം എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചമി വേഗം തന്നെ എഴുന്നേറ്റു. വാ, നമുക്കും പോകാം, ചായ കുടിക്കാൻ സമയമായില്ലേ, നക്ഷത്ര പറഞ്ഞു. അവരെല്ലാവരും കൂടി ഒരുമിച്ച് അകത്തേക്ക് ചെന്നത്. അകത്തേക്ക് ചെന്ന് സോഫയിൽ ഇരിക്കുന്ന ആര്യനെയും മുത്തശ്ശിയെയും കണ്ടതും പഞ്ചമി അവരുടെ അടുത്തേക്ക് ചെന്നു. എന്നാൽ ബാക്കിയുള്ളവരെല്ലാവരും കിച്ചണിലേക്കാണ് പോയത്. കുഞ്ഞ് ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നുണ്ട്. പഞ്ചമി, വൈകിട്ടെന്ന് ക്ഷേത്രത്തിലേക്കൊന്ന് പോണം. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോണം. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുടുംബക്ഷേത്രമാണ്. മുത്തശ്ശി പറഞ്ഞതും പഞ്ചമി ആര്യനെ നോക്കി. അവളുടെ നോട്ടം ആര്യനിലാണ് എന്ന് കണ്ടതും മുത്തശ്ശി ആര്യനെ നോക്കി. പോകില്ലേ അച്ചു എന്ന് മുത്തശ്ശി ചോദിച്ചു. പോകാം എന്ന ഒറ്റ വാക്കിൽ ആര്യൻ മറുപടി പറഞ്ഞു. അപ്പോഴാണ് ഒരു സ്റ്റാഫ് കയ്യിൽ ട്രേയുമായിട്ട് അങ്ങോട്ട് വരുന്നത്. അവരുടെ കയ്യിലുണ്ടായിരുന്ന കോഫി കപ്പ് അവർ ഒന്ന് മുത്തശ്ശിക്കും ഒന്ന് ആര്യനും കൊടുത്തു. അപ്പോഴാണ് ആര്യന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. ആര്യൻ ഫോണുമായിട്ട് അവിടെ നിന്നും മാറിപ്പോയി. ആര്യൻ അവിടെ നിന്നും മാറിപ്പോയി സംസാരിക്കുന്നത് കണ്ടതും, മുത്തശ്ശി, ഉച്ചയ്ക്ക് മെഡിസിൻ കഴിച്ചായിരുന്നോ? പഞ്ചമി ചോദിച്ചു. അതെല്ലാം ഞാൻ കഴിച്ചു. കോഫിയില് മധുരം ഇട്ടിട്ടില്ലല്ലോ, പഞ്ചമി ചോദിച്ചതും മുത്തശ്ശി അവളെ ഒന്ന് നോക്കി. പിന്നെ കുറച്ചു മാറി നടന്നുകൊണ്ട് ഫോണിൽ സംസാരിക്കുന്ന ആര്യനെയും. ആര്യൻ ഫോണിൽ തന്നെയാണ് എന്ന് കണ്ടതും മുത്തശ്ശി, ഇല്ല, ഷുഗർ ആഡ് ചെയ്യരുത് എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുത്തശ്ശി പറഞ്ഞു. ആണോ? മുത്തശ്ശിയുടെ മുഖത്തെ ഒരു കള്ളത്തരം തോന്നിയതും പഞ്ചമി, ചേച്ചി ഒന്ന് നിന്നെ. കോഫി കൊടുത്തുകൊണ്ട് തിരിഞ്ഞു നടന്നു പോകുന്ന കിച്ചൺ സ്റ്റാഫിനെ വിളിച്ചതും അവർ നിന്നു. പഞ്ചമി അവരുടെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശിക്കുള്ള കോഫിയിൽ ഷുഗർ ആഡ് ചെയ്തിട്ടില്ലല്ലോ, അവൾ ചോദിച്ചു. അവൾ അത് ചോദിച്ചതും അവർ മുത്തശ്ശിയെ ഒന്ന് നോക്കി. ഞാൻ വന്ന് ചോദിച്ചതാണ് മാഡം. അപ്പൊ മുത്തശ്ശി പറഞ്ഞു ഷുഗർ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് മുത്തശ്ശിയുടെ ഷുഗർ നോക്കിയതാണ്. അപ്പോ ഡോക്ടർ എന്താണ് പറഞ്ഞത്? പഞ്ചമി ചോദിച്ചതും ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് ഞാനൊന്നും കേട്ടില്ലല്ലോ, മുത്തശ്ശി പറഞ്ഞു. ആണോ? മുത്തശ്ശി കേട്ടില്ലേ? എന്നാ ഞാൻ പറഞ്ഞു തരാം. ഈ പ്രായത്തിലും മുത്തശ്ശിക്ക് ഷുഗർ ഒന്നുമില്ല.
പക്ഷേ കൺട്രോൾ ചെയ്യണം. വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞില്ലേ മുത്തശ്ശി? പഞ്ചമി ചോദിച്ചതും വരാൻ സാധ്യതയുണ്ട് എന്നല്ലേ പറഞ്ഞത്? അതിന് ഈ കോഫിയിലെ ഷുഗർ ആഡ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ മധുര പലഹാരങ്ങളൊന്നും കഴിക്കുന്നില്ലല്ലോ, മുത്തശ്ശി പറഞ്ഞു. ആര് പറഞ്ഞു അമ്മ മധുര പലഹാരം കഴിക്കുന്നില്ല എന്ന്? അമ്മ നന്നായിട്ട് കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് ആര്യന്റെ അമ്മയും ചെറിയമ്മമാരും വരുന്നത്. മുത്തശ്ശി സ്വീറ്റ്സ് കഴിക്കുന്നുണ്ടോ? പഞ്ചമി ചോദിച്ചു. ഇല്ല മോളെ, ഞാൻ കഴിക്കുന്നില്ല, മുത്തശ്ശി പറഞ്ഞു. ഇന്നലെ അമ്മ സ്വീറ്റ്സ് കഴിച്ചില്ലേ? ചെറിയമ്മ ചോദിച്ചതും മുത്തശ്ശി അത് പിന്നെ അമ്പലത്തിലെ പ്രസാദമല്ലായിരുന്നോ? അവല്, മലര്, ശർക്കര, കൽക്കണ്ടം ഇതെല്ലാം ആണ് അമ്മ കഴിച്ചത്. അതിന്റെ കൂട്ടത്തില് അമ്പലത്തിലെ പായസമാണ് എന്ന് പറഞ്ഞ് അമ്മ പായസവും കുടിച്ചു. അമ്മയ്ക്ക് ഷുഗർ ഇല്ലേ എന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞത് എനിക്ക് ഷുഗർ ഒന്നുമില്ല, ഈ പ്രായത്തിലും എന്റെ ഹെൽത്ത് ഓക്കെയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു എന്നാണ്. അതും പറഞ്ഞ് ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടാണ് അത് കഴിച്ചത്. ചെറിയമ്മ പറഞ്ഞതും പഞ്ചമി മുത്തശ്ശിയെ ഒന്ന് നോക്കി. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇനി മുത്തശ്ശിക്കുള്ള ഭക്ഷണത്തില് ഷുഗർ മുഴുവനായിട്ടും കട്ട് ചെയ്തോളൂ, പഞ്ചമി പറഞ്ഞു. മുത്തശ്ശി അവളെ മുഖം വേർപ്പിച്ച് നോക്കുന്നത് കണ്ട് ആര്യന്റെ അമ്മയും ചെറിയമ്മമാരും ചിരിച്ചു. പിണങ്ങിയോ മുത്തശ്ശി എന്ന് ചോദിച്ചുകൊണ്ട് അവൾ മുത്തശ്ശിയുടെ അടുത്തായി കുഞ്ഞിനെയും കൊണ്ട് ഇരുന്നു. മുത്തശ്ശി പിണങ്ങിയോ? അവൾ വീണ്ടും ചോദിച്ചു. അപ്പോഴും അവളുടെ മുഖത്ത് നോക്കാതെ മുഖം വേർപ്പിച്ച് തന്നെ ഇരുന്നു. നച്ചൂട്ടി, നിന്റെ മുത്തശ്ശി പിണങ്ങിയിരിക്കുന്നത് കണ്ടോ? മുത്തശ്ശിയോട് പറ, മുത്തശ്ശിയുടെ ആരോഗ്യത്തിന് വേണ്ടിയല്ലേ പറയുന്നത്, അതനുസരിക്കാൻ പറ നച്ചു, പഞ്ചമി പറഞ്ഞതും മുത്തശ്ശി അടക്കം എല്ലാവരും അവളെ നോക്കി. മോളെ, നാഗമോളെ നച്ചു എന്നാണോ നീ വിളിക്കുന്നത്? ആര്യന്റെ അമ്മ ചോദിച്ചു. അത് പിന്നെ നാഗ എന്നൊക്കെ വിളിച്ചപ്പോ ഒരു ക്യൂട്ട്നെസ് തോന്നുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നലെ പ്ലാൻ ചെയ്യുകയായിരുന്നു കുഞ്ഞിന് ഒരു പേര് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നക്ഷത്രയും വരദയും കൂട്ടരും വന്നു. അങ്ങനെ പല പേരുകൾ പറഞ്ഞപ്പോൾ ഏട്ടത്തിയാണ് പറഞ്ഞത് നച്ചു എന്ന് വിളിക്കാന്ന്. ഞങ്ങളത് നച്ചൂട്ടിന്ന് ആക്കി, സ്നേഹം കൂടുമ്പോ അല്ലേടാ നച്ചൂസേ എന്ന് പറഞ്ഞ് കുഞ്ഞിന്റെ തുടുത്ത കവളയിൽ പിടിച്ച് വേദ വലിച്ചതും കുഞ്ഞിപ്പെണ്ണ് മുഖം വീർപ്പിച്ചു. മുഖം പഞ്ചമിയുടെ മാറിലേക്ക് ചേർത്ത് വെച്ചു. ഒരു പതിവായിരിക്കുകയാണ് ഇത്. എന്തെങ്കിലും പറയുമ്പോ പിണങ്ങുകയോ കുറുമ്പ് കാണിക്കുകയോ ചെയ്താൽ അപ്പോൾ ഏട്ടത്തിയുടെ നെഞ്ചിലേക്ക് ചേരും, അനന്യ പറഞ്ഞു. അതിന് എന്റെ കുഞ്ഞ് പിണങ്ങിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് പഞ്ചമി കുഞ്ഞിനെ എടുത്ത് മടിയിലേക്ക് നിർത്തി. മടിയിൽ നിന്നുകൊണ്ട് അവളുടെ രണ്ട് തോളിലും പിടിച്ച് കുഞ്ഞു നിന്നു. ദേ, എന്റെ നച്ചു പിണങ്ങിയിട്ടില്ല എന്ന് പറ ആന്റിമാരോട്, പഞ്ചമി പറഞ്ഞു. അവളുടെ വയറിൽ ഉമ്മ വെച്ചു. കുഞ്ഞ് പൊട്ടിച്ചിരിച്ചു. കുഞ്ഞിന്റെ ചിരി കാണുമ്പോൾ അവൾ വീണ്ടും വീണ്ടും അത് ചെയ്തു. ആ കുഞ്ഞിന്റെ ചിരിയൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു ബാക്കിയുള്ളവരെല്ലാവരും. അവരുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. ദേ നച്ചു, മുത്തശ്ശിയുടെ പിണക്കം മാറിയല്ലോ, നോക്കിക്കേ, പഞ്ചമി പറഞ്ഞതും മുത്തശ്ശിയുടെ ചിരി പെട്ടെന്ന് മാഞ്ഞു. പിണക്കമൊന്നും മാറിയിട്ടില്ല. അതിന് പിണങ്ങാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. മധുരം കഴിക്കരുത് എന്നല്ലേ പറഞ്ഞത്? ഭക്ഷണത്തില് നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ലല്ലോ മുത്തശ്ശി. അപ്പോ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, സ്വീറ്റ്സ് കഴിക്കാതിരിക്കുക, ചായയോ കോഫിയോ കുടിക്കുമ്പോൾ മധുരം ഒഴിവാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മുത്തശ്ശിക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ എല്ലാം കഴിക്കാൻ പറ്റും. ഇനിയും, അവൾ പറഞ്ഞു. ശരി ശരി, ഇനി ഞാൻ കഴിക്കുന്നില്ല പോരെ, മുത്തശ്ശി പറഞ്ഞു. ഓക്കെ, വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം കേട്ട മുത്തശ്ശി, അനന്യ കളിയാക്കുന്നത് പോലെ പറഞ്ഞതും ഈ പുലിക്കാട്ടിൽ ഭാഗ്യലക്ഷ്മി അമ്മയ്ക്ക് ഒരേ ഒരു വാക്കേ ഉള്ളൂ, അത് തല പോയാലും ഞാൻ പാലിച്ചിരിക്കും, മുത്തശ്ശി പറഞ്ഞു. അത് ശരിയാണ്, പുലിക്കാട്ടിൽ ആര്യവീറിന്റെ മുത്തശ്ശിയാണ്. വല്യേട്ടൻ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്ന ആളാണ്. അത് മുത്തശ്ശിയിൽ നിന്നും കിട്ടിയ ഒരു ക്വാളിറ്റിയാണെന്ന് ഏട്ടൻ പറയാറുണ്ട്. ഉറപ്പായിട്ടും മുത്തശ്ശി വാക്ക് പാലിച്ചിരിക്കും, അല്ലേ മുത്തശ്ശി? അവൾ പറഞ്ഞതും അതെ, മുത്തശ്ശിയും പറഞ്ഞു. എന്നെ ഉപദേശിച്ച് കഴിഞ്ഞെങ്കിൽ അമ്മയും പോളും പോയി കുറച്ചുനേരം റെസ്റ്റ് എടുത്തോ, ഇനിയിപ്പോ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളതല്ലേ, മുത്തശ്ശി പറഞ്ഞതും അവൾ മുത്തശ്ശിയെ നോക്കി. അത് കേട്ട് ചുറ്റും നിന്നവരും അവളെ നോക്കി. എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയാണ്. എന്നാൽ മുത്തശ്ശി അമ്മ എന്ന് പറഞ്ഞ ആ ഒരു വാക്കിൽ അവൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ? അനന്യ ചോദിച്ചതും അതെ, മോളും ആര്യനും കൂടി ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. നമ്മുടെ കുടുംബക്ഷേത്രത്തില് ഇന്ന് വൈകിട്ടത്തെ ദീപാരാധന മുഴുവനും ഇവരുടെ വകയാണ്, മുത്തശ്ശി പറഞ്ഞു. പിന്നെ ഇവരുടെ ഒപ്പം ആരും പോകാൻ നിൽക്കണ്ട, അവര് രണ്ടുപേരും മാത്രം പോയാൽ മതി. അടുത്തത് എന്താണ് ചോദിക്കാൻ വരുന്നത് എന്ന് പിള്ളേരുടെ മുഖത്ത് നോക്കി മനസ്സിലാക്കിയ മുത്തശ്ശി അതിനു മുമ്പേ അതിന് തടയിട്ടു. പഞ്ചമി ചുറ്റുമിരിക്കുന്നവരെ നോക്കിയതും മുഖം വെറുപ്പിച്ചിരിക്കുന്നുണ്ട്.
മുത്തശ്ശി കളിയാക്കിയതിന് പകരം വീട്ടിയതല്ലേ ഞങ്ങളോട്? അനന്യ പറഞ്ഞതും മനസ്സിലായി അല്ലേ? എനിക്കൊന്നും വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുന്ന ശീലമില്ല. എന്തെങ്കിലും പറഞ്ഞാല് തിരിച്ച് ഞാൻ പറഞ്ഞിരിക്കും, അതാരാണെങ്കിലും. അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്കിപ്പോ ഒരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. മുത്തശ്ശി പറഞ്ഞതും അമ്മമാരും പഞ്ചമിയും എല്ലാം അനന്യയെയും വേദയെയും നക്ഷത്രയെയും നോക്കി. എന്നാൽ മോള് ചെന്ന് റെസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞ് ആര്യന്റെ അമ്മയും പഞ്ചമിയെയും കുഞ്ഞിനെയും പറഞ്ഞു വിട്ടു. ഇനിയിപ്പോ നമ്മളായിട്ട് എന്തിനാ ഇവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരും പുറത്തേക്ക് പോയി. അവർ പോകുന്നത് നോക്കിക്കൊണ്ട് മുത്തശ്ശി അപ്പോഴേക്കും സോഫയിലേക്ക് ചാരിയിരുന്നു, ചെറിയൊരു പുഞ്ചിരിയോടെ. അപ്പോഴേക്കും അങ്ങോട്ട് ആര്യനും വന്നു. ആര്യനും കണ്ടതും അമ്മമാരും ചെറിയമ്മമാരും അവിടെ നിന്നും പോയി. ആര്യൻ വന്ന് ഇരുന്നതും മുത്തശ്ശി അവന്റെ മുഖത്തേക്ക് നോക്കി. എന്തായി പോയ കാര്യങ്ങൾ? മുത്തശ്ശി ചോദിച്ചതും പോയ കാര്യങ്ങളെല്ലാം ഭംഗിയായി തന്നെ നടന്നു. പിന്നെ പഞ്ചമിയെ വെക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ കോളേജിലേക്ക് കൊണ്ടുവരുന്ന കാര്യം നീ തീരുമാനിച്ചോ? എന്തായാലും പഞ്ചമി ഇനി കുഞ്ഞിനെ ഇവിടെ നിർത്തിയിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പഞ്ചമിക്ക് നീ ഇവിടെ തന്നെ അഡ്മിഷൻ കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ആ കുട്ടിക്ക് മാത്രമല്ല, നമ്മുടെ വിജയകുമാറിന്റെ മകളില്ലേ പഞ്ചമിയുടെ കൂട്ടുകാരി, ഇവിടെയുള്ള വരദ, ആ കുട്ടിക്കും ഇവിടെ തന്നെ അഡ്മിഷൻ കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ആ കുട്ടി കാരണമാണ് നമുക്ക് പഞ്ചമിയെ കിട്ടിയത് തന്നെ. പഞ്ചമിയെ രക്ഷിച്ചത് ആ കുട്ടി തന്നെയാണ്. അവര് തമ്മിൽ അത്രയ്ക്ക് കൂട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും നമ്മുടെ കോളേജിൽ തന്നെ അഡ്മിഷൻ കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ കുട്ടികളുടെ ഒപ്പം തന്നെ പോയി വന്നോളും പഞ്ചമി മോള്. പിന്നെ പഞ്ചമി മോള് പോകുമോ എന്ന സംശയമുണ്ട് എനിക്ക് കുഞ്ഞിനെ വിട്ടിട്ട്. ഇപ്പോൾ തന്നെ കുഞ്ഞ് എപ്പോഴും അവളുടെ കൂടെ തന്നെയാണ്, കൈമാറി ആരുടെ അടുത്തേക്കും പോകുന്നില്ല. പഞ്ചമിയെക്കുറിച്ച് വാത്തോരാതെ മുത്തശ്ശി പറഞ്ഞുകൊണ്ടിരുന്നു. ആര്യൻ അതെല്ലാം കേട്ടു. ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് മുത്തശ്ശി, അവൻ പറഞ്ഞു. അതെയോ? രണ്ടുപേർക്കും ആക്കിയിട്ടുണ്ടോ? മുത്തശ്ശി ചോദിച്ചു. രണ്ടുപേർക്കും സീറ്റ് റെഡിയാക്കിയിട്ടുണ്ട്, അവൻ പറഞ്ഞു. എന്നാൽ ഇനി നീ ചെല്ല്, സന്ധ്യയാകുമ്പോൾ രണ്ടുപേരും കുളിച്ച് അമ്പലത്തിൽ പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന കോഫി എടുത്ത് മുത്തശ്ശി ചുണ്ടോട് ചേർത്തു. മുത്തശ്ശിയുടെ മുഖം മാറിയതും എന്തു പറ്റി മുത്തശ്ശി? ആര്യൻ ചോദിച്ചു. നിന്റെ ഭാര്യയുടെ എനിക്ക് മേലുള്ള ആദ്യത്തെ ആജ്ഞയാണ് മധുരമുള്ള ചായ, കോഫി, ജ്യൂസ് ഒന്നും കുടിക്കരുത് എന്ന്. അതുമാത്രമല്ല സ്വീറ്റ്സും കഴിക്കരുത് എന്ന്. അങ്ങനെയാണെങ്കിൽ ഭക്ഷണത്തിൽ നിയന്ത്രണം വയ്ക്കില്ല എന്ന് മുത്തശ്ശി ചിരിയോടെ പറഞ്ഞതും ആര്യൻ ഒന്നും മിണ്ടിയില്ല. ഇനി നാളെ എന്താണ്? നീ പഞ്ചമിയെയും കൊണ്ടാണോ പോകുന്നത് അമ്പാട്ട് എക്സ്പോർട്ടിലേക്ക്? മുത്തശ്ശി ചോദിച്ചു. ഇല്ല, അത് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. കാരണം അവൾ ആ കമ്പനി ഏറ്റെടുക്കുന്നത് വരെ അതിന്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കാൻ ആയുഷും ദേവാനന്ദും ശിവാനന്ദും പോകും. അതുകൊണ്ട് അവരുടെ കൂടെ എനിക്കൊന്ന് പോണം, അത്രമാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം അവര് നോക്കിക്കൊള്ളും. നിയമവശങ്ങളെല്ലാം സിദ്ധു നോക്കിക്കൊള്ളും. പിന്നെ ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ ദേവയെ ഉൾപ്പെടുത്തുന്നില്ല, ആര്യൻ പറഞ്ഞു. അത് നല്ലതാണ്. ആ കുട്ടിക്ക് ഒന്നും അറിയില്ലല്ലോ. ആദ്യം പഠനമെല്ലാം കഴിയട്ടെ. ഇപ്പോഴേ ഈ ചെറുപ്രായത്തിൽ പിടിച്ച് ബിസിനസ് ഏൽപ്പിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്, മുത്തശ്ശിയും പറഞ്ഞു. മുത്തശ്ശി അമ്പലത്തിൽ വരുന്നുണ്ടോ? ആര്യൻ ചോദിച്ചു. ഇല്ല, വരണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞു വന്നല്ലേ ഉള്ളൂ. കുറച്ച് കഴിയട്ടെ, എന്നിട്ട് പുറത്തു പോകാം എന്നാണ് നിന്റെ ഭാര്യയുടെ തന്നെ ഉത്തരവ്. ഞാൻ രാവിലെ അമ്പലത്തിൽ പോകുന്ന കാര്യം ഒന്ന് പറഞ്ഞു. വേണ്ട എന്നാണ് പറയുന്നത്. ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയോ ഒരു നേഴ്സോ ഡോക്ടറോ ഒന്നുമല്ല. ഇതിനു മുമ്പ് ഇങ്ങനെ അസുഖം വന്ന ആരെയും പരിചരിച്ച ശീലവുമില്ല. എന്നിട്ടും അവൾ കാര്യമായിട്ട് റിസർച്ച് നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ എന്നെ പുറത്തു വിടാതെ ഭക്ഷണ കാര്യങ്ങളെല്ലാം ഇത്ര ശ്രദ്ധ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മിടുക്കിയാണ്. ഇപ്പോഴും കുഞ്ഞിന്റെ കാര്യങ്ങളുടെ കൂട്ടത്തിൽ എന്റെയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, സമയം കിട്ടുമ്പോഴെല്ലാം. പിന്നെ നിന്റെ മകളായതുകൊണ്ട് പറയുന്നതല്ല. ഇത്രയും നാളും അവളൊരു പാവായിരുന്നു, ഒന്നിനോടും വാശിയില്ലാത്ത ഒരു കുഞ്ഞ്. പക്ഷെ ഇപ്പോ വാശിയും ദേഷ്യവും എല്ലാം കൂടിയിട്ടുണ്ട്. അതിനും കാരണം നിന്റെ ഭാര്യ തന്നെയാണ്. ആ കുഞ്ഞിന്റെ എല്ലാ വാശിക്കും അവൾ കൂട്ടുനിൽക്കുന്നുണ്ട്. ആരുടെ കയ്യിലും പോകുന്നില്ല. എന്നാ അവളോട് ഒരു വാശിയും കാണിക്കില്ല. മോളുടെ മുന്നിൽ വെച്ച് പഞ്ചമിയെ ആരെങ്കിലും ഒന്ന് കെട്ടിപ്പിടിക്കുകയോ മറ്റും ചെയ്താ അപ്പോ കാണണം നിന്റെ മോളുടെ ദേഷ്യം. മുത്തശ്ശി കുഞ്ഞിനെ പറ്റിയും പഞ്ചമിയെ പറ്റിയും പറയുമ്പോൾ വല്ലാത്ത സന്തോഷത്തിലാണെന്ന് ആര്യന് മനസ്സിലായി. ഇനിയും സംസാരിച്ചു നിൽക്കണ്ട, സമയം വൈകും, നീ പോയി റെഡിയാവ് എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും എഴുന്നേറ്റു. മുത്തശ്ശി അവിടെ നിന്നും എഴുന്നേറ്റ് റൂമിലേക്ക് പോകുന്നത് നോക്കി ആര്യൻ നിന്നു. പിന്നെ അവിടെ നിന്ന് പടികൾ കയറി മുകളിലേക്ക് പോയി. അപ്പോഴാണ് അവന്റെ ഫോണിൽ സിദ്ധാർത്ഥിന്റെ കോള് വരുന്നത്. അവർ ഇപ്പോൾ ബ്രഹ്മദത്തിന്റെ ഗസ്റ്റ് ഹൗസിലാണ് താമസം. അവർക്ക് എല്ലാവർക്കും ഒരുപാട് സമ്പാദ്യങ്ങളൊന്നും അവർ ഉണ്ടാക്കിയിട്ടില്ല.
കാരണം ഇങ്ങനൊരു തിരിച്ചടി അവർ പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യമായിട്ടൊന്നും അവിടെ നിന്നും സ്വന്തം പേരിലേക്ക് മാറ്റിയിട്ടില്ല. അവർ വിചാരിച്ചിരുന്നത് പഞ്ചമിയുമായിട്ടുള്ള വിവാഹം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതെല്ലാം അവരുടെയാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ പേരിലേക്ക് ഒരുപാട് സമ്പാദ്യങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇരുന്നത്. എന്നാലും അത്യാവശ്യമുണ്ട്. പിന്നെ ഇപ്പോൾ അവർ വാങ്ങിയിട്ടിരിക്കുന്ന വീടുകളിലേക്ക് മറ്റും പോയി കഴിഞ്ഞാൽ ആ വീട് വാങ്ങിയതിന്റെ പുറകിലുള്ള ഇൻകം അതെന്തായാലും അന്വേഷണത്തിന്റെ ഭാഗമായി വരും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇപ്പോൾ അവർ ചെന്നിരിക്കുന്നത് ബ്രഹ്മദത്തിന്റെ ഒരു വീട്ടിലേക്കാണ്. ഈ ബ്രഹ്മദത്തിനാണെങ്കിൽ നിന്നോടുള്ള വൈരാഗ്യത്തിന് നിന്റെ മുന്നിൽ അവർ തോറ്റു പോകാതിരിക്കാൻ വേണ്ടി, പിന്നെ അവൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടും അവരെ കൈയൊഴിയാനും പറ്റാത്തത് കൊണ്ട് അവർക്കായിട്ട് ആ വീട് തൽക്കാലത്തേക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത്, സിദ്ധാർത്ഥ് പറഞ്ഞു. ആര്യൻ കുറെ നേരം സിദ്ധാർത്ഥുമായിട്ട് സംസാരിച്ച് മുകളിലെ ലിവിംഗ് റൂമിലിരുന്നു. അതിനുശേഷം ആര്യൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ പഞ്ചമി കുഞ്ഞിനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. ഗ്രീൻ കളർ ബ്ലൗസും ഒരു സെറ്റ് സാരിയും ഉടുത്ത് അവൾ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. കുഞ്ഞിന് അവളുടെ പോലെ തന്നെ മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു ഉടുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുഞ്ഞിന്റെ മുടി കെട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആര്യൻ അങ്ങോട്ട് ചെല്ലുന്നത്. കുഞ്ഞിനെയും അവളെയും ഒന്ന് നോക്കിക്കൊണ്ട് ആര്യൻ വാഷ്റൂമിലേക്ക് കയറി. പഞ്ചമി റെഡിയായി കുഞ്ഞിനെയും കൊണ്ട് താഴേക്ക് ചെന്നതും അവിടെ ആര്യന്റെ അമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും അവരുടെ കണ്ണുകൾ വിടർന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അവളെ കാണാൻ. അവർ അവളുടെ അടുത്തേക്ക് ചെന്നു. ആര്യന്റെ പേരിൽ കിടക്കുന്ന താലിമാല മാത്രമാണ് അവളുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് എന്ന് അവർ കണ്ടു. മോളെ, മുത്തശ്ശി വിളിക്കുന്നുണ്ട്, ആര്യന്റെ അമ്മ പറഞ്ഞതും അവൾ കുഞ്ഞിനെയും കൊണ്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെന്നു. അവളെ കാത്തുന്നത് പോലെ മുത്തശ്ശി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും മുത്തശ്ശി അവളെ അടിമുടിയൊന്ന് നോക്കി. ഇങ്ങോട്ട് വാ, മുത്തശ്ശി വിളിച്ചതും അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് അടുത്തായിട്ട് അവളെ പിടിച്ചിരുത്തി. പിന്നെ മുത്തശ്ശി അവിടെ നിന്നും എഴുന്നേറ്റ് ചെന്ന് മുത്തശ്ശിയുടെ അലമാര തുറന്നു. അതിനുള്ളിൽ ഒരു ലോക്കറായിരുന്നു. ഒരു നമ്പർ അടിച്ചു കൊടുത്തതും ആ ലോക്കർ ഓപ്പൺ ചെയ്യുന്നതും അതിൽ നിന്നൊരു ബോക്സ് എടുക്കുന്നതും അവൾ കണ്ടു. മുത്തശ്ശി അതുമായിട്ട് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. മോളെ, നീ ഇപ്പോൾ പുലിക്കാട്ടിൽ വീട്ടിലെ മൂത്ത കൊച്ചുമകനും ഈ പുലിക്കാട്ടിൽ വീടിന്റെ അവകാശിയായ ആര്യവീരന്റെ ഭാര്യയാണ്. ഇന്ന് നിങ്ങൾ പോകാൻ പോകുന്നത് നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്കാണ്. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 3 ദിവസം അടുപ്പിച്ച് അവിടെ തൊഴണമെന്ന് നിർബന്ധമുണ്ട്. പക്ഷെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ സാഹചര്യങ്ങൾ കൊണ്ട് അതിന് പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ 3 ദിവസം നിങ്ങൾ അവിടെ ക്ഷേത്ര ദർശനം നടത്തണം, വിളക്കെടുക്കണം 2 പേരും. അപ്പോൾ നീ ആര്യന്റെ ഭാര്യയായിട്ട് തന്നെ, ആര്യന്റെ അഭിമാനമായിട്ട് തന്നെ അവിടെ നിൽക്കണം എന്ന് പറഞ്ഞ് ആ പെട്ടി തുറന്നു. അതിൽ നിറയെ ആഭരണങ്ങൾ കണ്ടു. അവൾ മുത്തശ്ശിയെ നോക്കി. മുത്തശ്ശി തന്നെ അതിൽ നിന്നും ഒരു മാല തിരഞ്ഞെടുത്തു. അത് ഒരു ഇറക്കമുള്ള കാച്ചുമാലയായിരുന്നു. മുത്തശ്ശി തന്നെ അത് അവളുടെ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്തു. മാറത്തൊന്നും പറയാതെ അവൾ ഇരുന്നു. 2 വളയും അതിൽ നിന്ന് തന്നെ മുത്തശ്ശി തന്നെ എടുത്തു അവളുടെ കയ്യിലും ഇട്ടുകൊടുത്തു. നീ ഈ കുഞ്ഞിനെ നന്നായി തന്നെ ഒരുക്കി, കുഞ്ഞിന് വേണ്ട ആഭരണങ്ങളെല്ലാം നീ ഇട്ടുകൊടുത്തു. എന്നിട്ട് നീ എന്താണ് നിന്നെ ശ്രദ്ധിക്കാതിരുന്നത്? നിന്റെ മുറിയിൽ നിനക്കായിട്ട് ആര്യനെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. മുറിയിലിരിക്കുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം നിനക്ക് അവകാശപ്പെട്ടതാണ്. എന്നിട്ടും നീ എന്തുകൊണ്ട് ഇട്ടില്ല? മുത്തശ്ശി ചോദിച്ചു. അത് പിന്നെ മുത്തശ്ശി, എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ആഭരണം എൻ്റെ ഈ കഴുത്തിലുണ്ട് എന്ന് പറഞ്ഞ് അവൾ ആ താലിയിൽ പിടിച്ചു. അറിയാം, ഇതാണ് ഏതൊരു പെണ്ണിനും ഏറ്റവും വിലപിടിപ്പുള്ള ആഭരണമെന്ന്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ പുലിക്കാട്ടിൽ വീടിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ അതിന്റെ അടയാളം കൂടി വേണം. അതുകൊണ്ട് നീ എന്നും ആര്യന്റെ അഭിമാനമായിട്ടിരിക്കണം. അത് പെരുമാറ്റത്തിൽ എന്നതുപോലെ എല്ലാ കാര്യത്തിലും മോള് ശ്രദ്ധിക്കണം. വിവാഹം കഴിഞ്ഞു പോകുന്ന ഏതൊരു പെൺകുട്ടിക്കും അമ്മമാർ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. പക്ഷെ മോൾക്ക് അതിനുള്ള ഭാഗ്യമില്ലാതായിപ്പോയി. പക്ഷെ ഞാനുണ്ട് ഇവിടെ, അമ്മയായും മുത്തശ്ശിയായും. ഇനി വേണമെങ്കിൽ നല്ലൊരു കൂട്ടുകാരിയാകാനും നിന്റെ മുത്തശ്ശിക്ക് പറ്റും. മുത്തശ്ശി പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ പിടിച്ചു. എന്നും ഇതുപോലെ അണിഞ്ഞൊരുങ്ങി ഒരു ദേവിയെപ്പോലെ വേണം എൻ്റെ ആര്യന്റെ ഒപ്പം പോകാൻ. ആര് കണ്ടാലും നിങ്ങൾ 2 പേരെയും നോക്കി നിന്നു പോണം, മുത്തശ്ശി പറഞ്ഞു. അതിന് അവളൊന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ഏട്ടത്തി, ഏട്ടൻ അവിടെ താഴെ വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നക്ഷത്രം വന്നപ്പോഴാണ് പഞ്ചമി അവളെ നോക്കിയത്. അവളെ കണ്ടതും നക്ഷത്ര പഞ്ചമിയുടെ അടുത്തേക്ക് വന്നു. സുന്ദരിയായിട്ടുണ്ടല്ലോ അമ്മയും മകളും എന്ന് പറഞ്ഞ് 2 പേരെയും നോക്കി. നച്ചൂസെ, സുന്ദരിയായിട്ടുണ്ട് കേട്ടോ ആന്റിയുടെ മോള് എന്ന് പറഞ്ഞ് കുഞ്ഞിന്റെ കവളിൽ പിടിച്ചതും കുഞ്ഞ് നാണത്തോടെ പഞ്ചമിയുടെ തോളിലേക്ക് കിടന്നു. അയ്യോ, നച്ചുവിന് നാണം വന്നു എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നു. എന്നാലേ നിന്നേക്കാൾ സുന്ദരി നിന്റെ അമ്മയാണ് കേട്ടോ
എന്ന് പറഞ്ഞതും അവൾ പെട്ടെന്ന് തന്നെ പഞ്ചമിയുടെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു. അത് കണ്ടതും കുശുമ്പി നച്ചു എന്ന് പറഞ്ഞു. ഏട്ടത്തി വാ, ഇനി കാത്തുനിന്നാലേ ഏട്ടത്തിയുടെ ദേവൻ അസുരനായി മാറും. അവൾ പറഞ്ഞുകൊണ്ട് പഞ്ചമിയെയും കൊണ്ട് നടന്നു. മുത്തശ്ശി അവരുടെ കൂടെ തന്നെ നടന്നു. ലിവിംഗ് റൂമിൽ നിൽക്കുന്ന ആര്യനെ കണ്ടതും പഞ്ചമിയുടെ കണ്ണുകളൊന്ന് വിടർന്നു. വൈറ്റ് കുർത്തയും ഗോൾഡൻ കര വരുന്ന മുണ്ടും, പുലിക്കാട്ടിൽ വീടിന്റെ ഐഡന്റിറ്റി എന്ന് തോന്നിപ്പിക്കുന്ന പുലിയുടെ ഒരു ബ്രേസ്ലെറ്റ്, കഴുത്തിൽ കിടക്കുന്ന പുലിയുടെ തന്നെ ലോക്കറ്റോട് കൂടിയ ഒരു ചെയിൻ കാണാൻ സുന്ദരനായിട്ടുണ്ടായിരുന്നു. അവൾ അവനെ തന്നെ നോക്കി നിന്നു. അപ്പോഴാണ് ആര്യനും അവളെ കാണുന്നത്. ആര്യനും അവളെ നോക്കി നിന്നു. രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുന്നത് കണ്ടതും അവളുടെ അടുത്ത് വന്ന വരദ അവളുടെ കയ്യിൽ പിടിച്ചു. മതി മതി, കണ്ണും കണ്ണും നോക്കി നിൽക്കുന്നത്, പോകാൻ നോക്കിക്കേ. ഞങ്ങള് പ്രായപൂർത്തിയായ പെൺപിള്ളേര് ഇവിടെ ഉള്ളതാണ്, അത് മറക്കരുത്. വരദ പറഞ്ഞതും പെട്ടെന്ന് തന്നെ പഞ്ചമി ആര്യനിൽ നിന്നുള്ള നോട്ടം മാറ്റി. ആര്യ, വിളക്കെടുക്കണം, രണ്ടുപേരും കൂടി ഒരുമിച്ച്. മുത്തശ്ശി പഞ്ചമിയുടെ അടുത്ത് നിന്ന് കൊണ്ട് പറഞ്ഞതും ഒരു മൂളൽ മാത്രം നൽകിക്കൊണ്ട് അവൻ നടന്നു. അവന്റെ പുറകെ തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് പഞ്ചമിയും കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി. കാറിൽ കയറി പോകുമ്പോഴും രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. കുഞ്ഞ് കണ്ണു തുറന്ന് പുറമേയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് പഞ്ചമിയുടെ മടിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. എന്തൊക്കെയോ ശബ്ദമുണ്ടാക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെത്തിയ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി. ക്ഷേത്രത്തിലേക്ക് നടക്കുമ്പോഴേ കണ്ടു അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പഞ്ചമിക്ക് ആ ക്ഷേത്രം ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവിടേക്ക് ചെന്നപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടായിരുന്നു. ആര്യൻ അവളുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി പിടിച്ചു. രണ്ടുപേരും ഒരുമിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് കടന്നു. അവരെ കണ്ടതും ക്ഷേത്രത്തിലെ ആളുകൾ മുത്തശ്ശി പറഞ്ഞതെല്ലാം ചെയ്തിട്ടുണ്ട്, അതിലൊരാൾ പറഞ്ഞു. അതിന് ഒന്നും മിണ്ടാതെ ഒരു മൂളൽ മാത്രം നൽകിക്കൊണ്ട് അവൻ നടന്നു. അവന്റെ പുറകെ പഞ്ചമിയും. അപ്പോഴേക്കും ഒരാൾ വന്ന ഒരു തട്ടത്തിൽ 2 തട്ടുള്ള നിലവിളക്ക് എടുത്ത് അവരുടെ കയ്യിലേക്ക് കൊടുത്തു. ഇത് മുത്തശ്ശി ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കാനായിട്ട് തന്ന സ്വർണ്ണ നിലവിളക്കും തട്ടവുമാണ്. രണ്ടുപേരും ഒരുമിച്ച് ഇതുമായിട്ട് ക്ഷേത്രത്തിന് ചുറ്റും 3 പ്രാവശ്യം വലം വെച്ച് ഇത് ദേവീനടയിലേക്ക് സമർപ്പിക്കണം. അയാൾ പറഞ്ഞതും പഞ്ചമി ആര്യനെ നോക്കി. വാങ്ങാൻ എന്നുള്ള രീതിയിൽ അവൻ കണ്ണുകൾ കൊണ്ട് അനുവാദം കൊടുത്തതും അവളത് വാങ്ങി. രണ്ടുപേരും ഒരുമിച്ച് തന്നെ തട്ടവും പിടിച്ച് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെച്ചു. അവർ ക്ഷേത്ര പ്രദക്ഷിണം വയ്ക്കുമ്പോഴാണ് അങ്ങോട്ട് ശ്രേയയും അവളുടെ ഒരു കൂട്ടുകാരിയും കൂടി കടന്നു വരുന്നത്. ആര്യനെയും പഞ്ചമിയെയും കണ്ട ശ്രേയയ്ക്ക് ദേഷ്യം തോന്നി. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, ഞാൻ അമ്മയെ കൂട്ടാൻ വേണ്ടി പുലിക്കാട്ടിൽ മാൻഷനിലേക്ക് ചെന്നപ്പോഴാണ് അവിടെ പറഞ്ഞത് കേട്ടതാണ്. ആര്യൻ സാറും ഭാര്യയും കൂടി കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ടെന്ന്. അതാ ഞാൻ നിന്നെ വിളിച്ച് അറിയിച്ചത്. അവളുടെ കൂടെയുള്ള ഒരു പെണ്ണ് ശ്രേയയോടായി പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ലെങ്ത് ഞാൻ കൂട്ടിയിട്ടുണ്ട്. എന്ന് വെച്ച് എന്നും ലെങ്ത് ഞാൻ കൂട്ടിത്തരില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ലെങ്ത് കൂട്ടിയതിന്റെ ഭാഗമായിട്ട് എല്ലാവരുടെയും ലൈക്കും കമന്റ്സ് ഒക്കെ ഒന്ന് പോന്നോട്ടെ, കൂടെ ഹൈപ്പും. അപ്പൊ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.